ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നെബുലാർ ഹൈപ്പോത്തസിസ് എന്തെന്നാണ്. നെബുലാർ ഹൈപ്പോത്തസിസും അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റം. നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ് പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റവും പഠിക്കാറുണ്ട്. അതിൽ അവർ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഓരോരോ പോയിന്റായിട്ട് മനസ്സിൽ കണക്കാക്കുക. ഒന്നാമത്തെ പോയിന്റ് നെബുലാർ ഫോർമേഷൻ. തൻ്റെ ഗ്രാവിറ്റി പ്രകാരം എന്തെയും ഗ്യാസ് ഡസ്റ്റ് എല്ലാം എന്തെയും കോൺട്രാക്ട് ചെയ്യും. സെക്കൻഡ് പോയിന്റ്, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് സംഭവിക്കും, ഇറ്റ് ഈസ് ഫ്ലാറ്റൻഡ് ഇൻ ടു എ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്ക്. തേർഡ് പോയിന്റ്, ദ ഡിസ്ക് സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്, റൊട്ടേഷൻ. നാലാമത്തെ പോയിന്റ്, റൊട്ടേഷൻ കാരണം ഡെൻസ്, അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് ഗ്യാസസും ഡസ്റ്റും ഡെൻസ് ആവുകയും ഒരുപാട് കൊളിഷൻസ് നടക്കുകയും അത് കാരണം ടെമ്പറേച്ചർ ഹൈ ആവും. ഫിഫ്ത്ത് പോയിന്റ്, ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുകയും ഹൈഡ്രജൻ ചേഞ്ചസ് ടു ഹീലിയം ആവുകയും ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുക എന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മുടെ പ്രോസൺ അല്ലെങ്കിൽ പ്രോട്ടോസ്റ്റാറിൻ്റെ ഫോർമേഷൻ. ഓക്കെ, ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇങ്ങോട്ട് ഔട്ട്വേർഡ് ഫോഴ്സ് കൊടുക്കുകയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇൻവേർഡായിട്ട് ഫോഴ്സ് കൊടുക്കുകയും കാരണം സണ്ണിന് നല്ല റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സണ്ണിന് ചുറ്റുമുള്ള ഗ്യാസസും ഡസ്റ്റും അക്രീഷൻ എന്ന പ്രോസസ്സ് പ്രകാരം പ്ലാനറ്റെസിമൽസ് ഫോം ചെയ്യുകയും അത് ഫർദർ കൊളിഷൻസിലൂടെ പ്ലാനറ്റ്സ് ആയിട്ട് ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് സണ്ണിനെ കിട്ടി. ഇനി ചുറ്റിലും ഓർബിറ്റ് ചെയ്യുന്ന പ്ലാനറ്റ്സ് എങ്ങനെ ഫോം ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഡ്യൂ ടു സൺസ് റേഡിയേഷൻ, ദ ഇന്നർ സോളർ സിസ്റ്റം വാസ് ടു വാം ഫോർ volatile molecules like water and methane to conduct. So planetesimals which formed there were relatively small and composed largely of compounds with a high melting point such as silicates metals. സണ്ണിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 4 പ്ലാനറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഇവ 4 നമ്മൾ പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. കാരണം അത് കമ്പോസ്ഡ് ഓഫ് റോക്സ്, സിലിക്കേറ്റ്സ്, മെറ്റൽസ് ഹാവിങ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ ആണല്ലോ. ഇനി മാർസ് കഴിഞ്ഞ് ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രകാരം ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ മൈനർ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് ഉണ്ട്. അത് തന്നെ പ്ലാനറ്റ് ആവാൻ പറ്റിയില്ല, കാരണം ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രകാരം. അതെല്ലാം കൂടെ ചേർന്ന് എന്തായി? ആസ്ട്രോയിഡ് ബെൽറ്റായി മാറി. ഓക്കെ, അതെല്ലാം കൂടെ ചേർന്ന് ആസ്ട്രോയിഡ് ബെൽറ്റായി മാറി. സണ്ണിൽ നിന്ന് ദൂരോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവായത് കാരണം ഈ ജൂപ്പിറ്ററും സാറ്റേണും കമ്പോസ്ഡ് ഓഫ് ഗ്യാസ്, അതുകൊണ്ട് അവരെ പറയുന്ന പേരാണ് ഗ്യാസ് ജയൻസ്. അതിൻ്റെ പേരാണ് ഗ്യാസ് ജയൻസ്. അപ്പം സൂര്യനിൽ നിന്നും ദൂരോട്ട് പോകും തോറും ഈ വോളറ്റൈൽ ഐസി കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? ഇപ്പം സപ്പോസ് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ അതിൻ്റെ അകത്ത് ഫുൾ ഗ്യാസ് ആണ്, പുറത്ത് മാത്രമാണ് എന്തോന്നു കുറച്ച് റോക്കി മെറ്റീരിയൽസ് ആയിട്ടൊക്കെ കവേർഡ് അപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ റോക്കി മെറ്റീരിയൽസ് അല്ല, മെറ്റാലിക്കും അതുപോലെ തന്നെ മോളിക്കുലാർ ഹൈഡ്രജനുമായിട്ട് കവേർഡ് അപ്പ് ചെയ്തിരിക്കുന്നത്. മോളിക്കുലാർ ഹൈഡ്രജൻ അകത്ത് ഫുൾ ഗ്യാസ് ആണ്. അതുപോലെ തന്നെയാണ് സാറ്റേണിന്. യുറാനസും നെപ്റ്റ്യൂണും നമ്മൾ പറയുന്ന പേരാണ് ഐസ് ജയൻസ്. കാരണം അതിൻ്റെ അകത്ത് ഫുൾ എന്തുവാണ്? ഐസസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അമോണിയ, മീഥേൻ, അതിൻ്റെയൊക്കെ സോളിഡ് ഫോമിലാണ് അതിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റം. ഇനി ഒരു പോയിന്റ് കൂടെ പറയണം. നമ്മുടെ യങ് സണ്ണ് ഒരു ന്യൂക്ലിയർ ഫ്യൂഷനൊക്കെ ചെയ്യാനായിട്ട്, ഹൈഡ്രോജൻ ടു ഹീലിയം ആയിട്ട് ചെയ്യാനായിട്ട് അതൊരു ഫേസ് കവറപ്പ് ചെയ്തു. ആ ഫേസിനെ പറയുന്ന പേരാണ് ടീറ്റോരി ഫേസ്. നമ്മുടെ ടീറ്റോരി ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണുണ്ടല്ലോടാ, നമ്മുടെ സണ്ണ് തൻ്റെ മാറ്റർ, തൻ്റെ കണ്ടൻസ് എല്ലാം ഒരു വിൻഡിൻ്റെ ഫോർമേഷനിൽ ഒരു വിൻഡിൻ്റെ രീതിയിൽ ഔട്ട്ഫ്ലോ ചെയ്യും. അതിന് പറയുന്ന പേരാണ് സോളാർ വിൻഡ്. അപ്പോൾ കുറേ ടേംസ് നമ്മൾ പഠിച്ചു. ആദ്യം
നമ്മുടെ ഗ്രാവിറ്റി പ്രകാരം അതെല്ലാം കോൺട്രാക്ട് ചെയ്യും. പ്രോട്ടോപ്ലാനറ്ററി ഡിസ്ക് ഫോർമേഷൻ, റൊട്ടേഷൻ, സർഫസ് ടെമ്പറേച്ചർ ഫോർമേഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കേഴ്സ്, പ്രോട്ടോസ്റ്റാർ, എക്രീഷൻ, പ്ലാനറ്റസിമൽസ് ഫോർമേഷൻ, പ്ലാനറ്റ്സ് ഫോർമേഷൻ, ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. ആസ്ട്രോയിഡ് ബെൽറ്റ്, ഗ്യാസ് ജയൻസ്, ഗ്യാസ്, മോളിക്കുലർ ഹൈഡ്രജൻ, ദെൻ ഐസ് ജയൻസ്. ഐസ് ജയൻസിൽ എന്താണ്? അമോണിയ, മീഥേൻ, കാർബൺ ഡയോക്സൈഡിനും അതുപോലെ തന്നെ മോളിക്കുലർ ഹൈഡ്രജൻ്റെയൊക്കെ ഒരു സോളിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിച്ചിരുന്നു. ഏത്? എന്താണ് വേരിയബിൾ സ്റ്റാറും എന്താണ് ന്യൂട്രോൺ സ്റ്റാറും. ഇതിൽ നമ്മളിപ്പം നെബുലാർ ഹൈപ്പോതെസിസും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ എളുപ്പമുള്ള എന്തുണ്ട്? കൊറോണിയം. കൊറോണിയം എന്ന് പറഞ്ഞുതരാം. കൊറോണിയം എന്ന് വെച്ചാലേടാ, നമ്മളെ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് സണ്ണിൽ നിന്നും വന്ന ഒരു ലൈറ്റിൻ്റെ അവരെന്ത് ചെയ്തു? ഒരു മിനിറ്റ്. സണ്ണിൽ നിന്നും വന്ന ലൈറ്റിൻ്റെ എമിഷൻ ലൈൻസ്, സണ്ണിൽ നിന്നും വന്ന സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് സോളാർ കൊറോണയിൽ നിന്നും വന്ന എമിഷൻ ലൈൻസിനെ അവർ എടുത്തു വെച്ചു. ലൈക്ക് അതിനൊന്ന് ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് എർത്തിൻ്റെ ഒരു നോൺ എലമെൻറ്റുമായിട്ട് അതിനെ കോറിലേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ആ എമിഷൻ ലൈൻ മാച്ച്ഡ് അല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഇനി ഫൗണ്ട് ചെയ്യാൻ പോകുന്ന ഒരു എലമെൻ്റായിട്ട് അതിന് പേര് നൽകി. ആ പേരാണ് കൊറോണിയം എന്ന് പറഞ്ഞാൽ. സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് മാത്രമേ ക്രോമോസ്ഫിയറും കൊറോണയും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കൊറോണിയം പഠിച്ചു കഴിഞ്ഞാൽ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് മാത്രമേ ക്രോമോസ്ഫിയറും കൊറോണിയവും